നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയകേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കണ്ണൂർ ജില്ലയുടെ വടക്കേയറ്റത്ത് ചരിത്രവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന പയ്യന്നൂർ നിയോജക മണ്ഡലം. പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പ്രൗഢിയും ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മരണകളും തനത് കലാരൂപങ്ങളും ഉൾക്കൊള്ളുന്ന ഈ നാട് ഇന്ന് വികസനത്തിന്റെ കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയും ചെറുപുഴ, എരമം, കുറ്റൂർ, കരിവെള്ളൂർ, പെരളം, കാങ്കൂൽ, ആലപ്പടമ്പ, പെരുങ്ങും, വയക്കര, രാമന്തളി എന്നീ 6 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം. 25 വർഷം മുൻപ് രൂപീകരിച്ചിട്ടുള്ള കിഫ്ബി അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ്, അതൊരു ഇതുവരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും മാതൃകയാക്കാത്ത നിലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ബജറ്റിന് വെളിയിൽ സമ്പത്ത് എങ്ങനെ കണ്ടെത്താം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വഴിയായി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി മുന്നോട്ടേക്ക് വരുന്നത്. ഏതാണ്ട് 85,000 കോടിയുടെ വികസന പ്രവർത്തനം ഈ കാലയളവിൽ കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട്. അടിസ്ഥാന വികസനം, റോഡ്, പാലം, സ്കൂളുകൾ, ആശുപത്രികൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും വലിയ കുതിച്ചുചാട്ടത്തോടു കൂടിയിട്ടുള്ള മുന്നേറ്റം ഈ ഒരു കാലയളവിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് അഭിമാനത്തോടു കൂടിയിട്ട് നമുക്ക് ഓർമ്മിക്കാം. രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്ത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലം പോലെയല്ല. ഒന്ന്, കിഫ്ബിയെ നിയന്ത്രിക്കാനും അതിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, കേന്ദ്ര ഗവൺമെൻറ് കിഫ്ബിയെ കേരളം കടമെടുക്കുന്ന പരിധിയിൽ ഉൾപ്പെടുത്തി നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറക്കുന്ന സമീപനത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനുഭവമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഒരു MLA പോലും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി വികസന രംഗത്ത് ഈ കുതിച്ചുചാട്ടത്തിൽ ഞങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയാൻ പറ്റുന്ന സ്ഥിതിയല്ല കേരളത്തിൽ. പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ അനുഭവം ഞങ്ങൾ പരിശോധിക്കുമ്പോൾ റോഡുകളുടെ വികസനത്തിന് ഏതാണ്ട് 122 കോടി രൂപ ഈ മണ്ഡലത്തിൽ കിഫ്ബി വഴി ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മലയോര മേഖലയിലേക്ക് കടക്കും പോകുന്ന പയ്യന്നൂർ മുനിസിപ്പാലിറ്റി അതിർത്തിയിലൂടെ കടന്നു പോകുന്ന അമ്പലത്തറ കാനായി മണിയർ റോഡ്, അതുപോലെ തന്നെ കാങ്കോൽ ചീമേനി റോഡ്, വെള്ളോറ കക്കര കടുക്കാർമ റോഡ്, ചെറുപുഴ മഞ്ഞക്കാട് മുതുവം റോഡ്, പുന്നക്കടവ് പുതിയ പുഴക്കര റോഡ്, പയ്യന്നൂർ സെൻട്രൽ ബസാർ ജംഗ്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് പദ്ധതി, കോടികളുടെ മൂലധന വഴിയാണ് കിഫ്ബി വഴി ഈ റോഡ് നിർമ്മാണത്തിന് മാത്രം കേരളത്തിന് കിട്ടിയത്. ഒരു പാലം, ചൂളക്കടവ് പാലം എന്ന് പറയുന്നത് നേവൽ അക്കാദമി നിൽക്കുന്ന രാമന്തലിയെയും പയ്യന്നൂരിലെയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. 28 കോടി രൂപ ആ പാലത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്, പാലം അങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതിന് കിഫ്ബി വഴി ഇന്ന് ഗവൺമെൻറ് അംഗീകാരം നൽകി അതിൻ്റെ പണി നടന്നു വരികയാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് തീരദേശ ഹൈവേ. ഞങ്ങളുടെ മണ്ഡലത്തിൽ ഏതാണ്ട് 12 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് തീരദേശ ഹൈവേ വരുന്നത്. 87 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കൽ, റോഡ് നവീകരണം, അതോടൊപ്പം തന്നെ റോഡിൻ്റെ സൗന്ദര്യവൽക്കരണം, ഇതിനെല്ലാമായി 87 കോടി രൂപയാണ് ഗവൺമെൻറ് കിഫ്ബി വഴി അനുവദിച്ചിട്ടുള്ളത്. ആ പണി അതിവേഗത്തിൽ നടന്നു വരികയാണ്. പയ്യന്നൂർ മണ്ഡലത്തിലെ സ്കൂളുകളുടെ വിപുലീകരണത്തിന് 50 കോടി രൂപയാണ് വിവിധ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ഒരു ഘട്ടത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് കാണാനാവുന്നൊരു കാര്യമാണ്. 17 സ്കൂളുകളിൽ MRS മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഈ കിഫ്ബി വഴിയുള്ള വികസന മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ അഭിമാനകരമായിട്ടുള്ളൊരു പദ്ധതിയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രി. അത് സ്പെഷ്യാലിറ്റി ആശുപത്രിയായി 7 നിലയിലുള്ള കെട്ടിടമാണ് 58 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. 103 കോടിയുടെ വികസന പദ്ധതിയാണ് ഈ താലൂക്ക് ആശുപത്രിയുമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പെരിങ്ങോം താലൂക്ക് ആശുപത്രി മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രമാണ്. അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് ആ പണി തകൃതിയായിട്ട് നടന്നു വരികയാണ്. പയ്യന്നൂരിലെ ഏക ഗവൺമെൻറ് കോളേജാണ് പെരിങ്ങോം ഗവൺമെൻറ് കോളേജ്. വിവിധ ഘട്ടങ്ങളിൽ അതിന് വേണ്ടി 10 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. ആ പ്രവർത്തനങ്ങൾ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലക്ക് വലിയ പരിമിതികളും
ആവശ്യങ്ങളും വളരെ കൂടുതലാണ്, പരിമിതികൾ വലിയ നിലയിലുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് കിഫ്ബി വഴി പയ്യന്നൂരിന് അനുവദിച്ചു തരുന്ന നിലയുണ്ടായത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഗതാഗതം, ആരോഗ്യം, വിദ്യാഭ്യാസം, കുടിവെള്ളം, കായികം, സാംസ്കാരികം, സേവന മേഖലകളിൽ തുടങ്ങി സമസ്ത മേഖലകളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിൻ്റെ സ്വന്തം വികസന നിക്ഷേപ മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. ഒരു നാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മികച്ച ഗതാഗത സൗകര്യങ്ങൾ. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലയിലെയും തീരദേശത്തെയും ഒരുപോലെ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും പുഴകൾക്കും റെയിൽവേ ലൈനുകൾക്കും കുറുകെ പുതിയ പാലങ്ങൾ, മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിനും സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി 100 കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പാക്കുന്നത്. പ്രധാന റോഡുകൾ നോക്കാം. ചെറുപുഴ മുതുവം റോഡിന്റെ നവീകരണത്തിനായി 23 കോടി രൂപ അനുവദിച്ചതിൽ 19 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. കാങ്കോൽ ചീമേനി റോഡിന്റെ നവീകരണത്തിനായി 20 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 22 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ പുഴക്കര ഏഴിമല റെയിൽവേ സ്റ്റേഷൻ ഏഴിലോട് റോഡിന്റെ നവീകരണത്തിനായി 17 കോടി രൂപ അനുവദിച്ചതിൽ 8 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ നടന്നു. വെള്ളോറ കക്കറ കടക്കരമുക്ക് റോഡിന്റെ നവീകരണത്തിനായി 24 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 23 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയായി. പയ്യന്നൂരിലെ പ്രധാന പാതകളിലൊന്നായ പയ്യന്നൂർ അമ്പലത്തറ കാനായി മണിയറ വയൽ മാതമംഗലം റോഡിന്റെ നവീകരണത്തിനായി 58 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 54 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. മാടായി എട്ടിക്കുളം പാലക്കോട് റോഡും നവീകരിക്കുന്നു. റോഡുകളെല്ലാം BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് യാത്ര സുഗമവും സുരക്ഷിതവുമാക്കും. തീരദേശ മേഖലയുടെ വികസനത്തിന് കരുത്തേകുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായ പാലക്കോട് മുതൽ കുഞ്ഞാറ് സിറ്റി വരെയുള്ള സ്ട്രെച്ചും കുഞ്ഞാറ് സിറ്റി മുതൽ പാണ്ഡ്യാലക്കടവ് വരെയുള്ള റീച്ചും നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന വലിയ പറമ്പ പാലം നിർമ്മിക്കുന്നതിനും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. പാലങ്ങളുടെ നിർമ്മാണവും സജീവമാണ്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയെയും രാമന്തളി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ചൂലക്കടവ് പാലം നിർമ്മാണം പുരോഗമിക്കുന്നു. മൂലാക്കിൽ കടവ് പാലം നിർമ്മാണവും നടക്കുന്നു. റെയിൽവേ ഗേറ്റിലെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ മാടായി എട്ടിക്കുളം റൂട്ടിൽ വെങ്ങരയിൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. പയ്യന്നൂർ ടൗണിലെ ഗതാഗതം സുഗമമാക്കാൻ സെൻട്രൽ ബസാർ ജംഗ്ഷൻ നവീകരിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു. ഈ ഗതാഗത വിപ്ലവം പയ്യന്നൂരിന്റെ വളർച്ചയ്ക്ക് വലിയ മുതൽക്കൂട്ടാക്കും. സാധാരണക്കാർക്ക് പ്രാപ്യമായതും മികച്ചതുമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പയ്യന്നൂരിലെ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന പദ്ധതിയാണ് പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം. HLL ഇൻഫ്രാടെക് സർവീസസ് ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 56 കോടിയിലധികം രൂപ മുതൽ മുടക്കി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഇതിനകം 42 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. പുതിയ കെട്ടിടങ്ങൾ, കൂടുതൽ വാർഡുകൾ, ആധുനിക ചികിത്സാ ഉപകരണങ്ങൾ, സ്പെഷ്യാലിറ്റി OPകൾ എന്നിവയെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറും. ഇതോടൊപ്പം ഈ ആശുപത്രിയിലേക്ക് ആവശ്യമായ ആധുനിക മെഡിക്കൽ ഉപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുന്നതിനായി കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി 10 കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും നടപ്പിലാക്കുന്നു. ഇതിൽ ഏകദേശം 5 കോടി രൂപയുടെ ഉപകരണങ്ങൾ ഇതിനകം ലഭ്യമായിട്ടുണ്ട്. ഇത് ചികിത്സയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
കൂടാതെ വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനം പയ്യന്നൂരിലെ രോഗികൾക്കും ലഭ്യമാകുന്നുണ്ട്. അതുപോലെ പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂരിലെ ആരോഗ്യ കേന്ദ്രത്തിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വാർഡ് യാഥാർത്ഥ്യമാകും. വിദ്യാഭ്യാസം ഒരു നാടിൻ്റെ ഭാവിയിലേക്കുള്ള നിക്ഷേപമാണ്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വാപ്കോസ്, ഇൻകൽ തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് പയ്യന്നൂർ മണ്ഡലത്തിലെ സ്കൂൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ചില പുതിയ ക്ലസ്റ്റർ പദ്ധതികൾ പരിഗണനയിലുമുണ്ട്. ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ, മികച്ച ശൗചാലയങ്ങൾ എന്നിവയെല്ലാം ഒരുങ്ങുമ്പോൾ അത് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. ഇതോടൊപ്പം തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പ് തീരദേശ വികസന കോർപ്പറേഷൻ വഴി നടപ്പാക്കുന്ന വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഏറെ പ്രയോജനകരമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കിഡ്കോയുടെ മേൽനോട്ടത്തിൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 3 പദ്ധതിയിലൂടെ ജില്ലയിലെ കോളേജുകളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ പ്രയോജനവും പയ്യന്നൂരിനും ലഭിക്കും. KDISCന്റെ വീടിനടുത്ത് തൊഴിലിടം പദ്ധതിയും യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകും. കായിക രംഗത്തും സാംസ്കാരിക രംഗത്തും പയ്യന്നൂരിന് പുത്തൻ ഉണർവ് നൽകുന്ന പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നു. കായിക പ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പയ്യന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെയും പയ്യന്നൂർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെയും നിർമ്മാണം. കിഡ്കോയുടെ മേൽനോട്ടത്തിൽ 14 കോടിയിലധികം രൂപ മുതൽ മുടക്കി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ തന്നെ മികച്ച കായിക കേന്ദ്രങ്ങളിലൊന്നായി പയ്യന്നൂർ മാറും. കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഇത് അവസരമൊരുക്കും. സാംസ്കാരിക രംഗത്ത് പയ്യന്നൂരിൽ ആധുനിക സിനിമാ തിയേറ്റർ സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഭരണാനുമതി നൽകി. നിർമ്മാണം പുരോഗമിക്കുകയാണ്. 16 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയിൽ 6 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഇത് പയ്യന്നൂരിലെ ജനങ്ങൾക്ക് മികച്ച വിനോദോപാധി നൽകും. അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിനും മറ്റ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സർക്കാർ ശ്രദ്ധ നൽകുന്നു. കേരള വാട്ടർ അതോറിറ്റി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന കണ്ണൂർ PS സർക്കിളിന് കീഴിലുള്ള പ്രത്യേക പദ്ധതിയുടെ പ്രയോജനം പയ്യന്നൂർ മണ്ഡലത്തിലെ നിരവധി പഞ്ചായത്തുകൾക്കും ലഭിക്കുന്നുണ്ട്. 45 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയിൽ 27 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി. ഇത് കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തീരദേശ മേഖലയുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്താൻ ഫിഷറീസ് വകുപ്പ് തീരദേശ വികസന കോർപ്പറേഷൻ വഴി മത്സ്യ വിപണനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ പെരുമയ്ക്കൊപ്പം ആധുനിക വികസനത്തിൻ്റെ പ്രൗഢി കൂടി കൈവരിക്കുന്ന ഒരു നാടിൻ്റെ ചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. ഗതാഗത കുരുക്കഴിക്കുന്ന നാടിൻ്റെ സിരകളെ കൂട്ടിയിണക്കുന്ന പുതിയ റോഡുകളും പാലങ്ങളും റെയിൽവേ മേൽപ്പാലങ്ങളും, സാധാരണക്കാരന് ആശ്വാസം നൽകുന്ന നവീകരിച്ച താലൂക്ക് ആശുപത്രി, അറിവിൻ്റെ ലോകത്തേക്ക് വെളിച്ചം വീശുന്ന ആധുനിക സൗകര്യങ്ങളുള്ള വിദ്യാലയങ്ങൾ, ദാഹജലം ഉറപ്പാക്കുന്ന കുടിവെള്ള പദ്ധതികൾ, കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന പുതിയ സ്റ്റേഡിയങ്ങൾ, സാംസ്കാരിക ഉണർവേകുന്ന സിനിമാ തിയേറ്റർ, ഇവയെല്ലാം ചേർന്നാണ് പയ്യന്നൂരിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് അടിത്തറയിടുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. മിക്ക പദ്ധതികളും നിർമ്മാണത്തിൻ്റെ പാതി വഴി പിന്നിടുകയോ പൂർത്തിയാകുകയോ ചെയ്തിരിക്കുന്നു. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യമാകുന്ന വികസനത്തിൻ്റെ തെളിവാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമാകുമ്പോൾ പയ്യന്നൂർ സാമൂഹികമായും സാമ്പത്തികവുമായും കൂടുതൽ മുന്നേറും.
മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, സുരക്ഷിതമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ എന്നിവയെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വികസനത്തിൻ്റെ ഈ പുതിയ ഗാഥ പയ്യന്നൂരിൻ്റെ ശോഭനമായ ഭാവിയിലേക്കുള്ള ഉറപ്പാണ്. കണ്ണൂർ ജില്ലയിലെ ചരിത്രവും ഐതിഹ്യവും സംസ്കാരവും കൈകോർത്തു നിൽക്കുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലം. മലയോര മേഖലയുടെ കവാടം കൂടിയായ തളിപ്പറമ്പ് ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിലാണ്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയും ചപ്പാരപ്പടവ്, കുറുമാത്തൂർ, പരിയാരം, പട്ടുവം, കോളഞ്ചേരി, മയ്യിൽ, ആലക്കോട്, ഉദയഗിരി എന്നീ 8 ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം, വൈദ്യുതി, കുടിവെള്ളം, സേവന മേഖലകൾ തുടങ്ങിയ സമസ്ത മേഖലകളിലും വികസനത്തിൻ്റെ പുതിയ നാഴികക്കല്ലുകൾ സ്ഥാപിക്കപ്പെടുകയാണ്. സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് കിഫ്ബി എന്ന കേരളത്തിൻ്റെ വികസന മാതൃകയും ചേർന്നാണ് ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ഗതാഗത സൗകര്യങ്ങൾക്കാണ്. മലയോര ഗ്രാമങ്ങളെയും പ്രധാന പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനും പുഴകൾക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിക്കുന്നതിനും നാടിൻ്റെ സാമ്പത്തിക സാമൂഹിക മുന്നേറ്റത്തിന് അനിവാര്യമാണ്. കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് ഈ മേഖലയിൽ നടപ്പിലാക്കുന്നത്. ഈ റോഡുകളെല്ലാം BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നത് തളിപ്പറമ്പിലെ യാത്ര സുഗമവും സുരക്ഷിതവുമാക്കും. കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യം വിപ്ലവകരമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് കിഫ്ബി. കേരള ഗവൺമെൻറ് ഭാവനാപൂർവം പ്ലാൻ ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഴുവൻ സാധ്യതകളെയും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് കേരളത്തിലെ റോഡുകളും പാലങ്ങളും സ്കൂളുകളും കോളേജുകളും അതുപോലെ വ്യത്യസ്ത തലങ്ങളിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള പശ്ചാത്തല സൗകര്യ വികസനവും സംഘടിപ്പിക്കുന്നതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനം കിഫ്ബിയാണ്. കിഫ്ബിക്കെതിരായി അതിശക്തിയായ വിമർശനങ്ങളെല്ലാം കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരെല്ലാം പ്രദാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ വികസന കുതിപ്പാണ് കിഫ്ബിയുടെ ഭാഗമായിട്ട് നിർവഹിക്കാൻ സാധിച്ചത്. ഇപ്പോൾ വളരെ വേഗം പണി നടന്നുകൊണ്ടിരിക്കുന്ന 66 NHൻ്റെ പ്രവർത്തനത്തിൽ ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക ഈ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് വാശി പിടിച്ചപ്പോൾ അവർക്ക് നൽകാൻ കേരള ഗവൺമെൻറ്റിന് നൽകിയത് കിഫ്ബിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ നിലയിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിച്ച പ്രേരക ശക്തി കിഫ്ബിയാണ് എന്നർത്ഥം. നമ്മുടെ ഹൈസ്കൂളുകളിലും UP സ്കൂളുകളും LP സ്കൂളുകളും ഉൾപ്പെടെയുള്ള സ്കൂൾ സംവിധാനമാകെ ലോകോത്തരമായ രീതിയിൽ വികസിപ്പിക്കാൻ സാധിച്ചതും കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല. നമ്മുടെ റോഡ്, പ്രാദേശിക തലത്തിൽ പോലുമുള്ള റോഡുകൾ എല്ലാം തന്നെ മെച്ചപ്പെട്ട പശ്ചാത്തല സൗകര്യത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞത് കിഫ്ബിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ആ കിഫ്ബി അതിശക്തിയായ രീതിയിലുള്ള പ്രവർത്തനമാണ് വികസന മേഖലയിലാകെ കാഴ്ചവെച്ചത്. അതിൻ്റെ 25ാം വാർഷികത്തിന് എല്ലാവിധ പിന്തുണയും ആശംസകളും നേരുകയാണ്.
പുഴയ്ക്ക് കുറുകെ കൂവേരി കാട്ടാമ്പള്ളിയിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്ന പദ്ധതി കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ഇത് ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും ഗതാഗതത്തിനും ഒരുപോലെ ഉപകാരപ്പെടും. ഈ വലിയ ഗതാഗത വികസന പദ്ധതികൾ തളിപ്പറമ്പിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്ക് വലിയ ഊർജം പകരും. ആരോഗ്യമുള്ള ജനതയും തടസ്സമില്ലാത്ത ഊർജ്ജ ലഭ്യതയും ഒരു നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ്. ഈ രണ്ട് സുപ്രധാന മേഖലകളിലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്രദ്ധേയമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതും പരിഗണനയിലുള്ളത്. ആരോഗ്യരംഗത്ത് തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ വികസനത്തിനുള്ള പദ്ധതി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തളിപ്പറമ്പിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ പ്രാദേശികമായി തന്നെ ലഭ്യമാകും. വിദഗ്ധ ചികിത്സകൾക്കായി മറ്റ് പ്രധാന ആശുപത്രികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇതോടൊപ്പം വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനവും തളിപ്പറമ്പിലെ രോഗികൾക്കും ലഭിക്കുന്നുണ്ട്. കുറഞ്ഞ ചെലവിലോ സൗജന്യമായോ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കൂടാതെ പകർച്ചവ്യാധികൾ നേരിടാൻ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാപിക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് പദ്ധതിയുടെ ഭാഗമായി തളിപ്പറമ്പിലെ ആരോഗ്യ കേന്ദ്രത്തിലും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വാർഡ് യാഥാർത്ഥ്യമാകും. ഇത് പ്രാദേശിക ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തും. വൈദ്യുതി വിതരണം മെച്ചപ്പെടുത്തുന്നതിനും പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനുമായി KSEB ലിമിറ്റഡിന്റെ ട്രാൻസ്ഗ്രിഡ് വിഭാഗം നടപ്പിലാക്കുന്ന കൊളത്തനാട് ലൈൻസ് പാക്കേജ് എന്ന വലിയ പദ്ധതിയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 262 കോടിയിലധികം രൂപയുടെ ഈ പദ്ധതിയിൽ 201 കോടിയിലധികം രൂപ ഇതിനകം വിനിയോഗിച്ചു. ഇത് തളിപ്പറമ്പ് ഉൾപ്പെടെയുള്ള ഉത്തര മലബാർ മേഖലയിലെ വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാക്കാൻ സഹായിക്കും. വിദ്യാഭ്യാസം ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് ആധുനിക മുഖം നൽകുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ തുടങ്ങിയ ഏജൻസികൾ വഴി നടപ്പിലാക്കുന്ന നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകൾക്കായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ എന്നിവയെല്ലാം കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നു. പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ തളിപ്പറമ്പിൽ മാതൃകാ റെസിഡൻഷ്യൽ സ്കൂൾ നിർമ്മിക്കുന്നതിനുള്ള 14 കോടിയിലധികം രൂപയുടെ പദ്ധതിയും ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണം നടത്തിയത്. ഇത് ഈ മേഖലയിലെ പിന്നോക്ക വിഭാഗം കുട്ടികൾക്ക് വലിയ അനുഗ്രഹമാകും. ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്നതിനുമായി ആന്തൂർ മുനിസിപ്പാലിറ്റിക്ക് പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്ന പദ്ധതി ഇംപാക്ട് കേരളയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. അതുപോലെ രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ തളിപ്പറമ്പിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള ക്ലസ്റ്റർ പദ്ധതിയും പുരോഗമിക്കുന്നു.
കെ-ഡിസ്കിന്റെ വീടിനടുത്ത് തൊഴിലിടം പദ്ധതിയും തളിപ്പറമ്പിലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ നൈപുണ്യം നേടാനും തൊഴിൽ സാധ്യതകൾ കണ്ടെത്താനും സഹായിക്കും. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലൂടെ നമ്മൾ നടത്തിയ ഈ വികസന യാത്ര ഇവിടെ അവസാനിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ പെരുമയ്ക്കൊപ്പം ആധുനിക വികസനത്തിന്റെ സാധ്യതകൾ കൂടി സമന്വയിപ്പിക്കുന്ന ഒരു നാടിന്റെ വ്യക്തമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. മലയോര ഗ്രാമങ്ങളെയും പ്രധാന പട്ടണങ്ങളെയും കൂട്ടിയിണക്കുന്ന യാത്രാ ദുരിതത്തിന് അറുതി വരുത്തുന്ന പുതിയ റോഡുകളും പാലങ്ങളും റെഗുലേറ്റർ കം ബ്രിഡ്ജും, അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറക്കുന്ന നവീകരിച്ച സ്കൂളുകളും മാതൃകാ റെസിഡൻഷ്യൽ സ്കൂളും, പ്രാദേശികമായി മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികൾ, തടസ്സമില്ലാത്ത വൈദ്യുതി വിതരണം ഉറപ്പാക്കുവാൻ ലൈൻ പാക്കേജ്, മെച്ചപ്പെട്ട ഭരണ സേവനങ്ങൾ നൽകുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് തളിപ്പറമ്പിന്റെ സമഗ്രമായ പുരോഗതിക്ക് അടിത്തറ പാകുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ മണ്ണിലേക്ക് എത്തുന്നത്. പട്ടികയിൽ നാം കണ്ടതുപോലെ നിരവധി പദ്ധതികൾ പൂർത്തിയാകുകയോ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലെത്തുകയോ ചെയ്തിരിക്കുന്നു. ഇത് വെറും വാഗ്ദാനങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യമാകുന്ന വികസനമാണെന്നതിന്റെ തെളിവാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമാകുമ്പോൾ തളിപ്പറമ്പ് സാമൂഹികമായും സാമ്പത്തികവുമായും കൂടുതൽ ശക്തമാകും. മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ, സുരക്ഷിതമായ യാത്ര, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, പ്രാപ്യമായ ആരോഗ്യ പരിരക്ഷ എന്നിവയെല്ലാം ഈ നാടിന്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വികസനത്തിന്റെ ഈ പുതിയ പാതയിലൂടെ തളിപ്പറമ്പ് ശോഭനമായ ഒരു ഭാവിയിലേക്ക് മുന്നേറുകയാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വികസന വീതിയിൽ വിജയകേരളം എന്ന പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.